എന്റെ ഗംഗ ഒന്നും പറയണ്ട. ഈ പറ്റ് തന്നു തീർത്തില്ലെങ്കിൽ ഇവിടുന്ന് ഒരു തുള്ളി തരില്ല. കൊച്ചിഷ്ണ നീ ഒന്ന് പറയടാ. മുതലാളി, ഓ, ഈ ഗോവിന്ദേട്ടൻ നമ്മുടെ സ്ഥിര ആളല്ലേ, കൊടുക്കരുത്. ഈ കായലിലെ വെള്ളം മുഴുവൻ ചാരായും ഇതിലെ മീൻ മുഴുവൻ വറുത്ത മീനും ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. ഞാൻ ഭയക്കണം വന്നതാ. എന്തിന്? നീ ആലിക്കോയുടെ അടുത്ത് കച്ചവടത്തിന് പോയതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ മോനെ കൊന്നു മുന്നോട്ട് കച്ചവടം നടത്തിയിട്ട് എന്നെ കാണാൻ വന്നേക്കുന്നു. ഒരു കാലടിച്ചാലോ എന്റെ വക. വാ. തൊഴിലാളികൾ കൂലി കൂട്ടി കിട്ടാതെ വിഷമിക്കുന്ന ഈ സമയത്ത് അവരുടെ നേതാവായി ഞാൻ നല്ല മധുരമുള്ള ഐസ്ക്രീമോ ആപ്പിൾ ജ്യൂസോ കുടിച്ച് സന്തോഷിക്കുകയല്ലോ. വയറ് കത്തുന്ന ചാരയല്ല കുടിക്കുന്നത്. പിന്നെ ഏതർത്ഥത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങൾ പറയുന്നത്? ഒരു കാല് ഇയാളുടെ വക. ഭായിക്ക് വിഷമമായിന്ന് എനിക്കറിയാം. നീയായിട്ടൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ വാങ്ങി തരുന്ന ചാരായം കുടിക്കാൻ പോകുന്നു. ചാരായത്തിനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. അടപ്പ് വിഴുങ്ങല്ലേ. ഭായിയുടെ വിഷമം മാറ്റാൻ ഞാനൊരു ഒറ്റ വഴിയെ കാണുന്നത്. എന്റെ ഇപ്പൊ ഒരു 5000 രൂപയുടെ കയറുണ്ട്. ഭായി അത് പണയമായിട്ട് എടുത്തിട്ട് എനിക്കൊരു 500 രൂപ തന്നാ മതി. എനിക്ക് ബുദ്ധിയില്ലതല്ലേ മോള് പറയാറ്. ഞാൻ ഇന്നൊരു ഭയങ്കര ലാഭക്കച്ചവടം നടത്തി. ഈ കിടക്കുന്ന 5000 രൂപയുടെ കയറ ഞാനിത് വെറും 500 രൂപയ്ക്ക് പണയത്തിനെടുത്തു. ആരുടെ കയ്യിൽ നിന്ന്? പുതിയതായിട്ട് കച്ചവടത്തിന് വന്നവനില്ലേ, 10 രൂപേന്. 10 രൂപനോ? പവിത്രൻ. കാശ് കൂടെ കൊടുക്കാന്ന് എടുത്ത കേട്ടോ. ഒരു പണയത്തിന് രൂപ 4500 ലാഭം. എങ്ങനുണ്ട് അച്ഛന്റെ ബുദ്ധി? നല്ല മന്ദബുദ്ധി. ദൈവമേ, ഇവിടെയും കയറോ? അതെ. അച്ഛൻ പണയത്തിനല്ല അയാളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചത്. അതെ. 500 രൂപ തരുമ്പോ അച്ഛന് സാധനം തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. അതുവരെ കയർ ഇവിടെ സൂക്ഷിക്കാൻ വേണം. സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ എവിടെ കിടക്കും? അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി തറവാടക പോലും തരാതെ കയർ ഇവിടെ സൂക്ഷിക്കാൻ അയാൾ കണ്ടെത്തിയ ബുദ്ധിയായത്. അത് ശരിയാണല്ലോ. എടാ സമദ്രോഹി,